and welcome to IELTS preparation by Salt Edu. This is Alvin, and in today's session we will discuss how to write the body paragraphs for IELTS writing task 1 line draft essay. Okay, so in this session we will be discussing how to write body paragraphs. നമ്മൾ കഴിഞ്ഞ രണ്ട് സെഷൻസ് ആയിട്ട് എങ്ങനെ ഇൻട്രൊഡക്ഷൻ എഴുതാമെന്നും ഓവർവ്യൂ അതിന്റെ അനാലിസിസ് പാർട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു സെഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഒരു ബോഡി പാരഗ്രാഫ്സ് എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാം നമ്മൾ നോക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ നമ്മുടെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ വെച്ചാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ അതേ സാമ്പിൾ ക്വസ്റ്റ്യൻ തന്നെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് അതെങ്ങനെ എഴുതി നമ്മളത് പാരഫ്രൈസ് ചെയ്തിട്ടാണ് എഴുതി നമ്മൾ പറഞ്ഞു. ദെൻ ഓവർവ്യൂ പാരഗ്രാഫ് അതിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മൾ അതിന്റെ മെയിൻ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും എടുത്ത് നിൽക്കുന്ന കാര്യങ്ങളായിരുന്നു ഓവർവ്യൂ എഴുതിയത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇനി റിമൈനിങ് 2 പാരഗ്രാഫ്സ് ദാറ്റ് ഈസ് ബോഡി പാരഗ്രാഫ്സ് എങ്ങനെ എഴുതാം നമ്മൾ ഡിസ്കസ് ചെയ്യാം. സ്ക്രീനിൽ കാണാം. നമ്മൾ ബേസിക്കലി ഒരു തേർഡ് ബോഡി പാരഗ്രാഫ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് ആൻഡ് സെക്കൻഡ്, അതായത് തേർഡ് പാരഗ്രാഫ് ആൻഡ് ഫോർത്ത് പാരഗ്രാഫ് ഇത് എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിന് പല അപ്രോച്ചസ് ഉണ്ട്. നമ്മൾ ഇവിടെ ഫോളോ ചെയ്യാൻ പോകുന്ന ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ ഓരോ ലൈൻസും ഇതിൽ ഒറ്റ ലൈൻ ഗ്രാഫ് ആണെങ്കിൽ പോലും അതിന് 2 ലൈൻസ് ഉണ്ട് ഓൾറെഡി. അപ്പോൾ ഓരോന്നിനെ കുറിച്ച് നമ്മൾ ഓരോ പാരഗ്രാഫ് ആയിട്ടാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ ടെലിവിഷന്റെ ഒരു പാറ്റേണിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ടെലിവിഷന്റെ പീക്കിനെ കുറിച്ച്. ടെലിവിഷൻ ഓഡിയൻസ് പീക്ഡ് അറ്റ് 8 PM ഇൻ ദി ഈവനിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ബാക്കി ആ ടെലിവിഷൻ ഒരു വ്യൂയിങ് പാറ്റേണിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. സ്ക്രീനിൽ കാണാം നമ്മുടെ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് ദാറ്റ് ഈസ് ഓവറോൾ തേർഡ് പാരഗ്രാഫ് ഓഫ് ദി എസ്സേ. ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. Less than 10% of people watched TV between 1 AM and 12 noon. But from 4 PM, this figure increased rapidly, reaching a peak of almost half the population at 8 PM. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെന്റൻസ് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു രീതിയിലാണ്. നമ്മൾ എന്താണ് പറയുന്നത്? നമ്മൾ ഈ പാരഗ്രാഫിൽ ബേസിക്കലി ഈ ഒരു ടെലിവിഷൻ ഓഡിയൻസിന്റെ ഈ ഒരു പാറ്റേണിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ ഇനീഷ്യലി നമ്മൾ പറയുന്നു 1 AM 12 noon ഇടയ്ക്ക് സ്ക്രീനിൽ നമ്മുടെ ഗ്രാഫ് കാണാം. അതായത് ബിറ്റ്വീൻ 1 AM and 12 noon അതിന്റെ ഇടയ്ക്ക് ലെസ് ദാൻ 10% ഓഫ് ദ പോപ്പുലേഷൻ, ഓൺലി 10% ആണ് ഇത് TV കണ്ടിരിക്കുന്നത്. നമുക്കത് വളരെ വ്യക്തമായിട്ട് ആ ഗ്രാഫിൽ നമുക്ക് മനസ്സിലാവും. ദെൻ ഒരു 4 PM ഒക്കെ എത്തിയപ്പോഴത്തേക്കും ഒരു 4 PM ഒരു പർട്ടിക്കുലർ 24 hours 4 PM ഒക്കെ എത്തിയപ്പോഴേക്കും ഈ ഒരു ഫിഗർ ഭയങ്കരമായിട്ട് കൂടി. അപ്പൊ അതങ്ങനെ ഒരു 8 PM ഒക്കെ ആയപ്പോഴത്തേക്കും പീക്ക് എത്തിയെന്നാണ് നമ്മൾ ഈ ഫസ്റ്റ് സെന്റൻസിലൂടെ പറയുന്നത്. അപ്പോഴേക്കും നമ്മൾ ഏകദേശം ആ ഒരു 8 PM വരെയുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് കവർ ചെയ്തു. ഓക്കെ, ദെൻ എന്താണ് പറയുന്നത്? ആഫ്റ്റർ ദിസ് the graph records a sharp decline in viewers, reaching a low of only a tiny percentage by 3 AM. ഓക്കെ, എന്താണ് പറയുന്നത്? ഇതിന് ശേഷം നല്ല വാക്കുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആഫ്റ്റർ ദിസ് എന്നൊക്കെ പറഞ്ഞ് എന്താണ് പറയുന്നത്? ഗ്രാഫിന് ഒരു വലിയൊരു ഡിക്ലൈൻ വന്നു. ഓക്കെ, റെക്കോർഡ് ഷാർപ്പ് ഡിക്ലൈൻ വ്യൂവേഴ്സ് ആൻഡ് റീച്ചിങ് എ ലോ പോയിന്റ് ഓഫ് എ ടൈനി പെർസെന്റേജ് ബൈ 3 AM. അപ്പോൾ വീണ്ടും ഈ പീക്ക് അറ്റൻഡ് ചെയ്തതിന് ശേഷം പിന്നീട് ആ ഗ്രാഫിന്റെ മൂവ്മെന്റ് ആണ് സംസാരിക്കുന്നത്. അത് പിന്നീട് എന്ത് ചെയ്തു? ഒരു ഷാർപ്പ് ഡിക്ലൈൻ ഫേസ് ചെയ്തു. ദെൻ ഒരു 3 AM ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു വെരി ലോ പെർസെന്റേജിലേക്ക് എന്ത് ചെയ്തു? അതൊന്ന് ഡ്രോപ്പ് ഡൗൺ ചെയ്തു. അപ്പോൾ ബേസിക്കലി നമ്മൾ ആ ഗ്രാഫിന്റെ ഈ ഒരു TV ഓഡിയൻസിന്റെ പാറ്റേൺ ഫുള്ളി നമ്മൾ ഇവിടെ കവർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് എഴുതിയത്. അതായത് പർട്ടിക്കുലർ ഒരു ലൈൻ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന്റെ ഓവറോൾ പാറ്റേൺ നമ്മൾ സ്റ്റാർട്ട് ടു എൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എവിടെയൊക്കെയാണ് പീക്ക്, എവിടെയൊക്കെയാണ് ഡിക്ലൈൻ, എപ്പോൾ ഡിക്ലൈൻ ചെയ്തു, എപ്പോൾ ഡ്രോപ്പ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു. അതിനുള്ള സിനോണിംസ് ഒക്കെ യൂസ് ചെയ്തു. റാപ്പിഡ്ലി കൂടുമ്പോഴത്തേക്കും നമ്മൾ ഇൻക്രീസിങ് റാപ്പിഡ്ലി എന്നൊക്കെ യൂസ് ചെയ്തു. ദെൻ കുറയുമ്പോഴത്തേക്കും ഷാർപ്പ് ഡിക്ലൈൻ എന്നൊക്കെ പറഞ്ഞു. ദെൻ വീണ്ടും മറ്റൊരു സിനോണിം നമ്മൾ യൂസ് ചെയ്തു, റീച്ചിങ് എ ലോ പോയിന്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ പല സിനോണിംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബേസിക്കലി എല്ലാത്തിന്റെ ഒരു പാറ്റേൺ ഡിസ്കസ് ചെയ്യാം. ദെൻ റീച്ചിങ് എ പീക്ക് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഡിക്ലൈൻ, ഇങ്ങനെ പല വാക്കുകൾ, ഇങ്ങനത്തെ വാക്കുകൾ യൂസ് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ എസ്സേ എൻഹാൻസ് ആവാം. ദെൻ ലെസ് ദാൻ 10%, അപ്പോൾ അതൊക്കെ നല്ല വേർഡ്സ് ആണ്. ദെൻ ആഫ്റ്റർ ദിസ് ഒരു കണക്ടർ ഒക്കെ വന്നു. അപ്പൊ ഇങ്ങനെ ഒരു വാക്കുകളും കുറെ സിനോണിംസ് ഒക്കെ വരുമ്പോഴത്തേക്കുമാണ് നമ്മുടെ ഒരു എസ്സേ ഒരു ഡിഫറെന്റ് ലെവലിലേക്ക് മാറും. അപ്പോൾ നമ്മൾ ബേസിക്കലി ഈ ഒരു ടെലിവിഷൻ വ്യൂവിനെ കുറിച്ചാണ് ഈ ഒരു പാരഗ്രാഫിൽ എഴുതിയത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് പാരഗ്രാഫ് ദാറ്റ് ഈസ് സെക്കൻഡ് ബോഡി പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി അതർ ലൈനിനെ കുറിച്ചാണ്. അതായത് റേഡിയോ ലിസണിംഗ് പാറ്റേണിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ TVനെ ഫോളോ ചെയ്ത അതേ പാറ്റേണിലാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുക. ഫുള്ളി ആ ഒരു ഗ്രാഫിൽ അതിന്റെ ഒരു പ്രസൻസ് എങ്ങനെയൊക്കെ പോയി എന്നുള്ള രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. TV നമ്മൾ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പല സിനോണിംസ് ഉപയോഗിച്ചിരുന്നു. അതേപോലെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെയും യൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ സ്ക്രീൻ കാണാം. റേഡിയോ ഓൺ ദി അതർ ഹാൻഡ് ഷോസ് എ വെരി ഡിഫറെന്റ് ട്രെൻഡ്. ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞു വെച്ചു റേഡിയോ ഓൺ ദി അതർ ഹാൻഡ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലായ ഒരു ഡിഫറെന്റ് ട്രെൻഡ് ആണ്, അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുന്ന വാക്കാണ് ഓൺ ദി അതർ ഹാൻഡ്. അപ്പൊ അങ്ങനെ ഒരു ഫ്രേസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞത് എന്താ? ഷോസ് എ വെരി ഡിഫറെന്റ് ട്രെൻഡ്. അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു? ആദ്യമേ തന്നെ ഒരു കമ്പാരിസൺ രീതിയിലാണ് സംസാരിക്കുന്നത്. ദെൻ ദി മോസ്റ്റ് പോപ്പുലർ ടൈം ഫോർ ലിസണേഴ്സ് ടു ബി ട്യൂൺഡ് ഇൻ
was just after 8 a.m. when around 27% of the population was listening. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് പറയുന്നത്, ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട്, അതായത് തുടക്കം നമ്മൾ സംസാരിക്കുന്നു. ഗ്രാഫ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാം 8 AM തന്നെ എന്താണ് പീക്ക് അറ്റൈൻ ചെയ്തു. ഓക്കെ, വെൻ അറൌണ്ട് 27%, ടോട്ടൽ പോപ്പുലേഷൻ 27% അവിടെ ലിസൺ ചെയ്തു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ ആദ്യത്തെ ഒരു ഇനീഷ്യൽ ഫേസ് നമ്മൾ സംസാരിച്ചു. ദെൻ എന്താണ് പറയുന്നത്, ആഫ്റ്റർ എ ബ്രീഫ് പീക്ക് ദി നമ്പേഴ്സ് ഡ്രോപ്ഡ് സ്റ്റെഡിലി ടു ബെയർലി 2%. ഓക്കെ, അപ്പൊ ഈ ഒരു ബ്രീഫ് പീക്ക്, അതായത് 27% അറ്റ് 8 AM അറ്റൈൻ ചെയ്തതിന് ശേഷം ദി നമ്പേഴ്സ് ഡ്രോപ്ഡ് സ്റ്റെഡിലി. ഓക്കെ, ഒരു സ്റ്റഡി ഡിക്ലൈൻ ഉണ്ടായി നമ്മൾ പറയുന്നു ടു റീച്ച് ബെയർലി 2%. ഓക്കെ, അപ്പോൾ നമ്പേഴ്സ് ഡ്രോപ്പ് സ്റ്റെഡിലി അവർ 2% എത്തി നമ്മൾ പറയുന്നു. അപ്പാർട്ട് ഫ്രം ഫ്ലക്ച്വേഷൻസ് അറ്റ് അറൌണ്ട് 4 PM and 10:30 PM. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഗ്രാഫിന്റെ ഏകദേശം തന്നെ കവർ ചെയ്തു. എന്താണ് അവിടെ പറയുന്നത്, ഒരു പീക്ക് അറ്റൈൻ ചെയ്തതിന് ശേഷം അപ്പാർട്ട് ഫ്രം സം ഫ്ലക്ച്വേഷൻസ് 4 PM 10:30 PM ആ പർട്ടിക്കുലർ ടൈംസിലുള്ള ചെറിയൊരു ഫ്ലക്ച്വേഷൻ മാറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ഒരു സ്റ്റഡി ഡിക്ലൈൻ ആണ് എന്ന് പറയുന്നു. എങ്ങോട്ടേക്ക് ഡിക്ലൈൻ ചെയ്തു, ഒരു 2% ഡിക്ലൈൻ ചെയ്തെന്നാണ് നമ്മൾ പറയുന്നത്. ദെൻ എന്താണ് സംസാരിക്കുന്നത്, ദി പെർസെന്റേജ് ഓഫ് ലിസണേഴ്സ് റിമൈൻഡ് ലോ ഓവർനൈറ്റ് ബിഫോർ ബിഗിനിങ് എ റാപ്പിഡ് അസെന്റ് ഫ്രം 6 AM to 8 AM ഹൈ. ഓക്കെ, വീണ്ടും എന്താണ് സംസാരിക്കുന്നത്, ദി പെർസെന്റേജ് ഓഫ് ലിസണേഴ്സ് റിമൈൻഡ് ലോ. അപ്പൊ ഡ്യൂറിംഗ് ദ നൈറ്റ് ടൈം പെർസെന്റേജ് ഓഫ് ലിസണേഴ്സ് വളരെ കുറവായിരുന്നു. പിന്നീട് എന്ത് ചെയ്തു, റാപ്പിഡ് ഇൻക്രീസ് ഉണ്ടായി ഫ്രം 6 AM to 8 AM. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു പീക്ക് 8 AM അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരു 6 AM വരെ, അതായത് ത്രൂ ഔട്ട് ദ നൈറ്റ് വളരെ ലോ ആയിട്ട് കീപ്പ് ചെയ്തതിനു ശേഷം പതിയെ ബിൽഡ് ചെയ്ത് ഒരു 8 AM എത്തിയപ്പോഴത്തേക്കും പിന്നെയും പീക്ക് അറ്റൻഡ് ചെയ്യുന്ന ഒരു കേസാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബോഡി പാരഗ്രാഫ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ഈ ലൈൻ ഗ്രാഫിന്റെ തന്നെ സെക്കൻഡ് പാർട്ട്, അതായത് റേഡിയോ ലിസണിങ്ങിന്റെ ഒരു പാറ്റേണിനെ കുറിച്ചാണ്. നമ്മൾ ത്രൂ ഔട്ട് എങ്ങനെയാണ് ആ ഒരു ബിഹേവിയർ നമ്മൾ ഡിസ്കസ് ചെയ്തു. എവിടേക്കാണ് പീക്ക്, എവിടേക്കാണ് ലോ പോയിന്റ്, എവിടേക്കാണ് ഡിക്ലൈനിങ്, റാപ്പിഡ് ഇൻക്രീസിങ്, എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നല്ല നല്ല വേർഡ്സ് ഉപയോഗിച്ചു. ഇവിടെ പല വേർഡ്സും ഐഡന്റിഫൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ കമ്പാരിസൺ വേണ്ടിയിട്ട് ഓൺ ദി അതർ ഹാൻഡ് പറഞ്ഞു. ദെൻ ഡിഫറെന്റ് ട്രെൻഡ്. ഓക്കെ, ആദ്യം തന്നെ കമ്പാരിസൺ നമ്മൾ സംസാരിച്ചു. ദെൻ മോസ്റ്റ് പോപ്പുലർ ടൈം എന്നുള്ള ഇതിലൊക്കെയാണ് എന്ത് ചെയ്യാം, റേഡിയോ പീക്ക് നമ്മൾ പറയുന്നത്. ദെൻ 27% ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ദെൻ ബ്രീഫ് പീക്ക്, ഇതൊക്കെ നല്ല നല്ല സിനോണിംസ് ആണ്. ദെൻ ബെയർലി 2%, വെറും 2% എന്ന് പറയാണ്ട് ബെയർലി എന്നുള്ള വാക്കുകൾ യൂസ് ചെയ്യുന്നു. ദെൻ അറൌണ്ട് 4 PM ഒക്കെയാണ് സംസാരിക്കുന്നത്. ദെൻ ദ പെർസെന്റേജ് റിമൈൻഡ് ലോ ഓവർനൈറ്റ്. ഓക്കെ, ഇതൊക്കെ നല്ല നല്ല ഫ്രേസസ് ആണ്. ദെൻ റോസ് റാപ്പിഡ്ലി എന്നൊക്കെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ പറഞ്ഞതിന് പകരം നമ്മൾ റിപ്പീറ്റേഷൻ വരാണ്ടിരിക്കാൻ റാപ്പിഡ് അസെന്റ് എന്നൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെ നല്ല നല്ല സിനോണിംസും വാക്കുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്രോപ്പർ ബോഡി പാരഗ്രാഫ് നമ്മൾ ബിൽഡ് ചെയ്തു. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഓവറോൾ എസ്സേ. നമുക്ക് സ്ക്രീൻ കാണാം, ഫുൾ ഫിനിഷ് IELTS Band 9 ലൈൻ ഗ്രാഫ് എസ്സേ. അപ്പൊ നമ്മുടെ ഒരു സാമ്പിൾ ആൻസറിന്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ തന്നെ പ്രോപ്പർ ആൻസർ ആണിത്. ഇതിനകത്ത് നമ്മൾ 4 പാരഗ്രാഫ് സ്ട്രക്ചറിലാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ, ഓവർവ്യൂ, ദെൻ ദ 2 ബോഡി പാരഗ്രാഫ്സ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ സെഷൻ ഉണ്ടായിരുന്നത്. നമുക്ക് ഫർദർ ഡിസ്കഷൻസ് അല്ലെങ്കിൽ ഫർദർ ടൈപ്സ് നമുക്ക് വരും സെഷനുകളിൽ നോക്കാം. താങ്ക് യു.